ഈ മഹത്തായ പ്രസ്ഥാനം ഞങ്ങളിപ്പം ഇവിടെ ഇരുന്നു കൊണ്ടും പഴയ രംഗങ്ങൾ കുറെ സംസാരിച്ചു. ഇരിങ്ങൽ ഉസ്താദും ഞാനുമൊക്കെ ആയി ആ പഴയ കാലത്തുള്ള അവസ്ഥകൾ എന്താണെങ്കിലും ഇത്രയും മരീമസമായി കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലും ഒരു വക്കത്ത് നിസ്കാരം ഖളാ ആക്കാത്ത കുട്ടികളെ ഈ പ്രസ്ഥാനം വളർത്തിയെടുത്ത് ഒരു വക്കത്ത് ഖളാ ആക്കാതെ നടക്കുന്ന മക്കളുണ്ട്. വല്ലാത്ത മാതാപിതാക്കൾ ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് ഈ സാഹിത്യോത്സവം. എന്തിനാണ് ഈ മക്കൾ സാഹിത്യോത്സവിന്റെ പേരിൽ ഇങ്ങനെ വേദി സംഘടിപ്പിക്കുന്നെന്നുള്ളത് ഈ രാജ്യത്തുള്ള മാതാപിതാക്കൾ ഒന്ന് വിലയിരുത്തണം. 2 കുട്ടികളുള്ള 4 മക്കളുള്ള മാതാപിതാക്കൾക്ക് ആ 4 കുട്ടികളെ ഞാനത് മാറ്റുന്നു. ഒരൊറ്റ കുട്ടിയുള്ള മാതാപിതാക്കൾ ആ ഒരു കുട്ടിയെ പൊന്നുപോലെ വളർത്താൻ കഷ്ടപ്പെടുകയാണ്. ഉസ്താദുമാരോട് സാദാത്തുക്കളോട് ചെന്ന് അവൻ പറഞ്ഞത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവള് പറയുന്നത് കേൾക്കുന്നില്ല, ഉസ്താദ് ദ്വാരക്കണം, തങ്ങൾ ദ്വാരക്കണം, മോളെ കാര്യത്തിൽ മോന്റെ കാര്യത്തിൽ ഒറ്റൊന്നേ ഉള്ളൂ. അപ്പൊ ഒരു മോനെ പോലും വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജന്മാരെ, ജീവിതത്തിൽ ഒരു തുള്ളി കള്ളു കുടിക്കാത്ത, ലക്ഷക്കണക്കായ കഞ്ചാവിനടിമപ്പെടാത്ത, മയക്കുമരുന്നടിമപ്പെടാത്ത 10,000-കണക്കിന് കുട്ടികളെ SSFന്റെ മക്കൾ ഈ മഹത്തായ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടിരിക്കുന്നു, വളർത്തിയിട്ടുമുണ്ട്. അതൊരു വല്ലാത്ത സന്തോഷകരമായ രംഗമാണ്. SSFന്റെ മക്കൾക്ക് അരിശിന്റെ തണലുണ്ട്. വടകര ഉപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ്. അന്ന് ഞങ്ങളൊക്കെ SSFകാരാണ്. അന്ന് ഒരിക്കലും തന്നെ എന്താണ് ബഹുമാനപ്പെട്ടവര് മഹാനായ വലിയുല്ലാഹി വടകര ഉപ്പാപ്പ SSFന്റെ മക്കൾക്ക് അരിശിന്റെ തണലുണ്ടെന്ന് പറയുമ്പോൾ അന്ന് ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾക്ക് അറിയുമായിരുന്നതിന്റെ ഗൗരവം. ഇപ്പോഴാണ് അതിന്റെ ഖനം തിരിയുന്നത്. ആ SSF എന്ന മഹത്തായ പ്രസ്ഥാനം ഇനി എത്രമാത്രം വലിയ ദഅവത്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.